Hello dears, welcome back to Learn and Grow. Today we are going to discuss class 7 Basic Science chapter 9 Hurt Not the Environment. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വണ്ടേഴ്സ് ഓഫ് സ്കൈ. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുടെ കാണാം. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന് നോക്കാം. ഹേർട്ട് നോട്ട് ദ എൻവിറോൺമെൻറ്റ്, അല്ലേ? പരിസ്ഥിതിയെ നോവിക്കാതെ. പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, അല്ലേ? എങ്ങനെയാണ് പരിസ്ഥിതി മലിനീകരണം സംഭവിക്കുന്നത്? നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ പരിസ്ഥിതിയെ, നമ്മൾ എൻവിറോൺമെൻറ്റിനെ മലിനീകരണം ചെയ്യുന്നത്, അല്ലേ? എങ്ങനെയാണ്? ഒരുപാട് വേസ്റ്റൊക്കെ, അല്ലേ, അശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ വേസ്റ്റൊക്കെ ഇങ്ങനെ കൊണ്ട് തള്ളുന്നതും, അതുപോലെ തന്നെ എന്താണ്, അന്തരീക്ഷത്തിലേക്ക് ഈ ഫാക്ടറിയിൽ നിന്നും അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെയൊക്കെ സ്മോക്കൊക്കെ പോയിട്ട് അന്തരീക്ഷ മലിനീകരണമൊക്കെ സംഭവിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലേ? അപ്പോൾ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. How beautiful our Kerala is. We have countless scenic beauty around us. അല്ലേ? അപ്പോൾ നമ്മുടെ കേരളം എത്ര മനോഹരമാണ്, കേരളം എത്ര സുന്ദരം, അല്ലേ? We have countless scenic beauty around us. അപ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന എത്ര കാഴ്ചകളാണ്, ബ്യൂട്ടിഫുൾ സീനറി, അല്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ തന്നെ കാണാം, അല്ലേ? എന്ത് രസമാണല്ലേ ഇത് കാണാനായിട്ട്. At the same time, we can also see some painful sight caused by unscientific human invention. അതേ സമയം തന്നെ നമുക്ക് എന്താണ്, കണ്ണിന് കുളിർമ നൽകാത്ത, നോവിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലേ? എന്താണ്, മനുഷ്യൻ്റെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻ കാരണം സംഭവിക്കുന്ന കാഴ്ചകൾ. സച്ച് പിക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും താഴെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദം, അല്ലേ? അപ്പോൾ ഈ കാഴ്ചകൾ, അല്ലേ, ഇത് എത്ര സുന്ദരമാണ്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഭയങ്കര ഒരു പെയിൻഫുള്ളാണ്, അല്ലേ, ഈ ഒരു കാഴ്ചകൾ. അപ്പോൾ വാട്ട് സൈഡ് ഡു യു സീ? അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? ശാസ്ത്രീയമായ രീതിയിൽ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ്, അല്ലേ? തള്ളിയിരിക്കുകയാണ്. പുഴയോരത്തൊക്കെ മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്, അല്ലേ? Organism that suffocate due to fumes released while burning solid waste including plastic, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ. സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ് ഡ്യൂ ടു ദ ഡംപിങ് ഓഫ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ പ്ലാസ്റ്റിക്കുകളും അതുപോലെ എന്താണ്, ഖരമാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അതുമൂലം ഒഴുക്കു നിലച്ച ജലാശയങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? പ്ലാസ്റ്റിക്കും അതുപോലെ മറ്റുള്ള എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് വേസ്റ്റൊക്കെ തള്ളിയത് മൂലം എന്താണ്, വെള്ളത്തിന് പോലും ശരിക്കും ഒഴുകാൻ പറ്റാത്ത നിലയിലാണ് ഈ ജലാശയം ഉള്ളത്, അല്ലേ? ഹാവ് യു സീൻ സച്ച് സൈറ്റ് ലിസ്റ്റ് സച്ച് സിറ്റുവേഷൻ യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് പ്രോബ്ലം കോസ്ഡ് ബൈ ദം. അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ അവസ്ഥകൾ കണ്ടിട്ടുണ്ടോ? ഉള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് സിറ്റുവേഷൻ? പ്ലാസ്റ്റിക് ബീങ് ബേൺ. പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അല്ലേ? അതുമൂലം എന്താണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം വായു മലിനീകരണം സംഭവിക്കും, അല്ലേ? എയർ ഗെറ്റ് പൊള്യൂട്ടഡ് ഡ്യൂ ടു ദ സ്മോക്ക്. എയർ എന്താവും, പൊള്യൂട്ടഡ് ആവും ഈ ഒരു പുക കാരണം, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പുക കാരണം. അപ്പോൾ മറ്റൊന്നത് പറയാം, പ്ലാസ്റ്റിക് ബീങ് ത്രോൺ, അല്ലേ? പ്ലാസ്റ്റിക് എന്താണ്, ഇങ്ങനെ വെള്ളത്തിലൊക്കെ വലിച്ചെറിയുന്നത് കാരണം എന്താണ്, വാട്ടർ ഗെറ്റ് പൊള്യൂട്ടഡ്, അല്ലേ? വാട്ടർ പൊള്യൂട്ടഡ് ആവും. ഡംപിങ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ടു ദ വാട്ടർ. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ വെള്ളത്തിലോട്ട് ഡംപ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിലെ ഫിഷൊക്കെ കെമിക്കൽ വേസ്റ്റ് കാരണം മരിച്ചു പോകും, അല്ലേ? കെമിക്കൽ കാരണം. അപ്പോൾ ഫിഷസ് ഗെറ്റ് ഡൈഡ്, ഫിഷസൊക്കെ ഡൈ ആയി പോകും, അല്ലേ? പിന്നെ എന്താണ്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾ, ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ പുക അന്തരീക്ഷത്തിൽ പോയിട്ട് എയർ ഗെറ്റ് പൊള്യൂട്ടഡ്. അപ്പോൾ ഇതൊക്കെ എഴുതാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നത് കൂടി യു ക്യാൻ ആഡ് ഓൺ ദെയർ. ഓക്കെ, യു മൈറ്റ് ഹാവ് റെക്കഗ്നൈസ് സം ഓഫ് ദ പ്രോബ്ലം കോസ്ഡ് ബൈ പൊല്യൂഷൻ. ലെറ്റ് us എക്സ്പ്ലോർ മോർ അബൌട്ട് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മലിനീകരണം വരുത്തി വയ്ക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലേ? അപ്പോൾ ഇനി നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ,
ബേണിംഗ് ഓഫ് ഗാർബേജ് ആൻഡ് എയർ പൊല്യൂഷൻ, മാലിന്യങ്ങൾ കത്തിക്കലും എങ്ങനെയാണ് വായു മലിനീകരണം സംഭവിക്കലെന്നാണ് നോക്കാം. വിച്ച് ആർ ദ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ സോളിഡ് വേസ്റ്റ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റ് ആർ ബേൺ. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നമ്മൾ കത്തിക്കുന്നുവല്ലോ, അപ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് അതിൽ നിന്നും ഉണ്ടാകുന്നത്, അത് കത്തിക്കഴിഞ്ഞാൽ എന്തായി തീരും? won't there be unburned remaining while burning plastic and other material? അപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളുണ്ടാവും അല്ലേ? പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് കത്തിയാലും അതിൽ ബാക്കിയാവുന്ന സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് അൺബേൺഡ് റിമെയിൻസ് വെൻ ഇറ്റ് റെയിൻസ്? വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് സച്ച് സിറ്റുവേഷൻ? അപ്പോൾ ഇങ്ങനെ അൺബേൺഡ് ആയിട്ടുള്ള മുഴുവനും കത്തിത്തീരാതെ ഉണ്ടാകുന്ന ഈ അവശിഷ്ടങ്ങൾ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന്? ഇനി ഇങ്ങനെ എന്താണ് ഈ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഈ ഒരു ചിത്രീകരണം നോക്കിയിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ബേണിംഗ് വേസ്റ്റസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റസ് ഒക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്? സ്മോക്ക് അല്ലേ? ഒരു ഭാഗത്ത് സ്മോക്ക്, മറ്റൊരു ഭാഗത്ത് അൺബേൺഡ് റിമൈനിങ്. അപ്പോൾ സ്മോക്ക് എന്താവും? എയറിലോട്ട് പോവും. എന്നിട്ട് അത് ആ എയർ എന്താണ്? ആ എയർ ബ്രീതിങ് ചെയ്യും അല്ലേ? മാനും ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ആ ഒരു എയർ തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്മോക്ക് എയറിലോട്ട് പോയിട്ട് അത് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആർക്കാണ് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ആനിമൽസ്, പ്ലാന്റ്സ് എല്ലാവർക്കും എന്താണ് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇനി അൺബേൺഡ് റിമൈൻസോ? അത് അൺബേൺഡ് റിമൈൻസ് അത് വാട്ടറിലും എത്തിച്ചേരും, അതുപോലെ തന്നെ സോയിലും എത്തിച്ചേരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത്? ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയൊക്കെ പെയ്തിട്ടുമ്പോൾ അത് അൺബേൺഡ് റിമൈൻസ് ഒഴുകി എന്താണ് അത് ഒഴുകി ചിലപ്പോൾ ജലാശയങ്ങളിലൊക്കെ എത്തും, അതുപോലെ തന്നെ സോയിലും അത് അലിഞ്ഞു ചേരും. അപ്പോൾ ഈ വാട്ടറിലെത്തിയത് എന്താണ്? ഫോർ ഡ്രിങ്കിങ്, നമ്മൾക്കൊക്കെ കുടിക്കാൻ വെള്ളം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു എന്താണ് അൺബേൺഡ് റിമൈൻസ് അടങ്ങിയ വെള്ളം ആർക്കൊക്കെ? ഈ മാൻ, അനിമൽസ്, പ്ലാന്റ്സിനൊക്കെ വെള്ളം ആവശ്യമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ തന്നെ ആർക്ക് ഹാനികരമാണ്? ഈ മൂന്നും നേരത്തെ പറഞ്ഞ ഇവർക്ക് തന്നെ അല്ലേ? ഇനി സോയിലാണെങ്കിലും അത് തന്നെയാണ് അല്ലേ? എന്താണ് പ്ലാന്റ്സിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക അല്ലേ? സോയിലിൽ ഈ ഒരു അൺബേൺസ് റിമൈൻസിൻ്റെ ഒക്കെ ഇത് ചെയ്താൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കും അല്ലേ? അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ബേണിംഗ് വേസ്റ്റസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്നതിലൂടെ മനുഷ്യന്മാർക്കും അതുപോലെ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. നൗ യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദ സ്മോക്ക് ആൻഡ് അൺബേൺഡ് റിമൈനിങ് ജനറേറ്റഡ് ദ burning waste including plastic have an adverse impact on air, soil, water and living organism. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങളൊക്കെ എന്താണ് ഈ വായു, അതുപോലെ മണ്ണ്, എയർ, സോയിൽ, വാട്ടർ, അത് തന്നെ ജീവജാലങ്ങൾക്ക്, ഓൾ ലിവിങ് ഓർഗാനിസത്തെ ഒക്കെ ബാധിക്കുന്നെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? വാട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് വെൻ പ്ലാസ്റ്റിക് ഈസ് ബേൺ? ഓക്കെ, അപ്പോൾ ഏത് തരം രാസവസ്തുക്കളാണ് ഈ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഹൗ ഡു ദേ എഫക്റ്റ് അവർ ഹെൽത്ത്? അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ താഴെ ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഗിവൻ ടേബിൾ. അപ്പോൾ നോക്കാം. കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് വെൻ വേസ്റ്റസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് ആർ ബേൺ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരം കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഈ ഒരു വേസ്റ്റ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് നോക്കിയേ? കാർബൺ മോണോക്സൈഡ്, സൾഫർ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഡയോക്സിൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ തരം ഹെൽത്ത് ഇഷ്യൂസാണ് നമ്മളെ ഹ്യൂമൻസിന് ഉണ്ടാകുന്നതെന്ന് നോക്കാം. കാർബൺ മോണോക്സൈഡ്, ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലൊക്കെ വഹിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും നോക്കിയാൽ? ഈവൻ വെൻ എ സ്മോൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി, പ്രോബ്ലം ലൈക്ക് ഹെഡ് ഏക്ക്, ഫാറ്റിഗ്യൂ, ബ്ലഡ്, വിഷൻ ആൻഡ് മെമ്മറി ലോസ് ഒക്കേഴ്സ്. Inhalation of large quantity of carbon monoxide leads to death. ഓക്കെ, അപ്പോൾ ഒരു കുറഞ്ഞ അളവിൽ പോലും ഈ ഒരു കാർബൺ മോണോക്സൈഡ് ശരീരത്തിലെത്തിയാൽ തലവേദന, ക്ഷീണം, പിന്നെന്താണ് കാഴ്ച മങ്ങുന്ന,
പിന്നെ ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു ചെറിയ അളവിൽ ഇത് ശ്വസിക്കുന്നത് പോലും ഒരു മരണത്തിന് പോലും കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൾഫർ ഡയോക്സൈഡ് കോസസ് വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. അപ്പോൾ ഹൃദയ സംബന്ധമായും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. നൈട്രജൻ ഡയോക്സൈഡ് കോസസ് റെസ്പിറേറ്ററി ഡിസീസസ് അല്ലേ, അപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വെച്ചാൽ സൂക്ഷ്മകണികകൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സൂക്ഷ്മകണികകൾ ഇത് ഇൻഹാലേഷൻ കോസസ് ഇച്ചിങ് ഇൻ ത്രോട്ട് ആൻഡ് ഐസ്, അലർജി, ആസ്മ ആൻഡ് ലങ് ക്യാൻസർ. അപ്പോൾ ഇത് ശ്വസനത്തിലൂടെ ഉള്ളിലെത്തിയാൽ തൊണ്ടയ്ക്കും കണ്ണുകൾക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും, അതുപോലെ തന്നെ ലങ് ക്യാൻസർ വരെ പിടിപെടാം. പിന്നെ ഡയോക്സിൻസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡയോക്സിൻ ഉള്ളിലെത്തിയാൽ. കോസസ് തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലം, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ്, ഓക്കെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം എന്താണ് ഇത് ഹ്യൂമൻസിനുണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മൾ കണ്ടല്ലോ അല്ലേ. അപ്പം നോക്കിയേ, വിച്ച് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് ബൈ ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇത് വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് കോസസ് റിസൾട്ട് ഓഫ് ദിസ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്, അപ്പോൾ അത് മനുഷ്യർക്കുണ്ടാകുന്ന പ്രോബ്ലം എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. അപ്പോൾ കുറഞ്ഞ അളവിൽ പോലും നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മരണം പോലും ഉണ്ടാക്കാം അല്ലേ. എന്താണ് ക്യാൻസേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡസ് എയർ പൊല്യൂഷൻ കോസ് ചേഞ്ചസ് ഇൻ ദ കമ്പോണൻറ്റ് ഓഫ് എയർ. അപ്പോൾ ഈ ഒരു എയർ പൊല്യൂഷന് എന്താണ് കമ്പോണൻറ്റ് ഓഫ് എയർ, ഈ എയർ പൊല്യൂഷന് അന്തരീക്ഷത്തിലെ കമ്പോണൻസിന് മാറ്റമുണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. കമ്പോണൻസ്, എയറിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ എലമെൻറ്റ് ഫൗണ്ട് നാച്ചുറലി ഇൻ എയർ. അപ്പോൾ നാച്ചുറലായിട്ട് എയറിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻറ്റ് എന്തൊക്കെയാണ്? ഒബ്സർവ് ദ ഗിവൻ പൈ ഡയഗ്രാം ആൻഡ് ടാബുലേറ്റ് ദെയർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ താഴെ ഈ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ കമ്പോണൻസ് ആണ് എയറിൽ അടങ്ങിയിരിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇതിന് എയർ പൊല്യൂട്ടഡ് ആയാൽ ഇതിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? 78% ഓഫ് നൈട്രജന്, 21% ഓഫ് ഓക്സിജൻ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ്, ആർഗൺ, ഹീലിയം, അങ്ങനെയുള്ള ഒരുപാട് കുറഞ്ഞ അളവിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റ് ചെയ്യുന്ന എയർ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് അതർ ഗ്യാസസ് അല്ലേ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് കോമ്പോണൻറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് ഘടകമാണ്? നൈട്രജൻ ആണ് അല്ലേ, 78%. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ദ എയർ. ഓക്സിജന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 21% അല്ലേ. നൈട്രജൻ 78ഉം ഓക്സിജൻ 29ഉം പിന്നെ 4% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. പിന്നെ ഒരു 1%ൻ്റെ അടുത്തോളം അതർ ഗ്യാസസ്. Is the pie diagram, complete the table and record the quantity of each component. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മളെ കമ്പോണൻ്റ് ഒക്കെ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ നൈട്രജൻ 78%, ഓക്സിജൻ എത്രയാണ്? 21%, കാർബൺ ഡൈ ഓക്സൈഡ് 4% അല്ലേ, 0.04%. ഇനി മറ്റുള്ള ഘടകങ്ങൾ അല്ലേ, അതേഴ്സ് ഏതൊക്കെയാണ്? 0.96%. When the atmospheric air is mixed with a chemical substance, the quantity of natural constituent in the air changes. Okay, അപ്പോൾ ഈ അന്തരീക്ഷ വായുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ രാസവസ്തുക്കളൊക്കെ കലരുമ്പോൾ എന്താവുന്നു? ഈ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്കും എന്ത് സംഭവിക്കും? മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി നേരത്തെ പറഞ്ഞ രാസവസ്തുക്കളൊക്കെ ഈ എയറിൽ കൂടി ചേർന്നാൽ ഈ സ്വാഭാവിക ഘടകമായ ഇതിനൊക്കെ മാറ്റം വരും. ഓക്കെ, അപ്പോൾ എന്താണ് എയർ പൊല്യൂഷൻ എന്ന് ഇവിടെ നോക്കാം. എയർ pollution is caused by the mixing of smoke, toxic gases and other chemical substance in the atmospheric air. അന്തരീക്ഷ വായുവിൽ എന്താണ് പുകയും അതുപോലത്തെ
സ്മോക്ക്, പുക, ടോക്സിക് ഗ്യാസസ്, മറ്റു വിഷവാതകങ്ങളും പിന്നെ അതർ കെമിക്കൽ സബ്സ്റ്റൻസ്, മറ്റു രാസപദാർത്ഥങ്ങളൊക്കെ കലരുമ്പോഴാണ് വായു മലിനീകരണം അഥവാ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. വൈൽഡ് ഫയർ ആൻഡ് നാച്ചുറൽ ഫിനോമിന ലൈക്ക് വോൾക്കാനിക് എറപ്ഷൻ ആൻഡ് എർത്ത് ക്വിക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ എയർ പൊല്യൂഷൻ. അപ്പോൾ എന്താണ് വൈൽഡ് ഫയർ എന്ന് വെച്ചാൽ ഫയർ, അതുപോലെ നാച്ചുറൽ ഫിനോമിന ലൈക്ക് വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനവും ഭൂകമ്പം, ഇങ്ങനെയുള്ള കാട്ടുതീ, വൈൽഡ് ഫയർ അല്ലേ, ഇതൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, എർത്ത് ക്വേക്കൊക്കെ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ മെയിൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, മനുഷ്യരുടെ പിന്നെ ഒരു വിവേചന രഹിതമായ പ്രവർത്തനങ്ങളാണ് ഈ വായു മലിനീകരണത്തിൻ്റെ പ്രധാന കാരണം അല്ലേ. എയർ പൊല്യൂഷൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി കാരണമാണല്ലോ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി കൂടാതെ വൈൽഡ് ഫയർ, കാട്ടുതീ, അതുപോലെ തന്നെ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, എർത്ത് ക്വൈക്ക്, ഭൂകമ്പം, ഇതൊക്കെ പൊല്യൂഷന് കാരണമാകുന്നു. വൈൽഡ് ഫയർ നമ്മൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ട് അല്ലേ, ലോസ് ആഞ്ചൽസിൽ വൈൽഡ് ഫയർ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ഏരിയ തന്നെ കത്തി നശിച്ച സ്റ്റോറിയൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. Okay, we have discussed the pollution caused by burning of the material. What are the other ways by which air pollution is caused? അപ്പോൾ വസ്തുക്കൾ ഇങ്ങനെ കത്തികൾ ഉണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഇനി എന്തെല്ലാം രീതിയിൽ വായു മലിനീകരണം, എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട് അത് നോക്കാം. കുക്കിംഗ് ഫ്യൂവൽ ആൻഡ് എയർ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ പാചക ഇന്ധനങ്ങളിലെ അതും എയർ പൊല്യൂഷനും എന്നാ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റൗ ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്? അപ്പോൾ പാചകത്തിന് ഏതൊക്കെ തരം സ്റ്റൗ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് സ്റ്റൗ ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ഈച്ച്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോന്നിലും യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണെന്ന് മനസ്സിലാക്കാനാണ്. ഒന്ന് ഫയർ വുഡ് സ്റ്റൗ അല്ലേ, അടുപ്പാണ് അല്ലേ, വിറകടുപ്പ്. രണ്ടാമത്തത് കെറോസിൻ സ്റ്റൗ, അപ്പോൾ അതിലേതാണ് കെറോസിൻ അഥവാ മണ്ണെണ്ണയാണ് ചേർക്കുന്നത് അല്ലേ. മൂന്നാമത്തത് ഗ്യാസ് സ്റ്റൗ, ഗ്യാസിലാവുമ്പോൾ ഏതാണ് ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, LPG സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കിയേ, ഫയർ വുഡ് സ്റ്റൗവിൽ എന്താണ് നമ്മൾ വുഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അത് കത്തിക്കാനായിട്ട് വുഡ് യൂസ് ചെയ്യും. കെറോസിനിൽ കെറോസിൻ യൂസ് ചെയ്യും. പിന്നെ ഗ്യാസ് സ്റ്റൗവിൽ എന്താണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG സിലിണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ തൊട്ട് താഴെ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത് നോക്കാം. വെൻ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കെറോസിൻ ആൻഡ് കുക്കിംഗ് ഗ്യാസ് ആർ ബേൺ, വേരിയസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ റിലീസ്ഡ്. അപ്പോൾ ഇതുപോലെയുള്ള വിറക്, മണ്ണെണ്ണ അല്ലെങ്കിൽ ഈ ഒരു LPG സിലിണ്ടറൊക്കെ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ ഇതിൽ നിന്നും പുറന്തള്ളുന്നുണ്ട്. Chemical substance released are mainly carbon dioxide, carbon monoxide, nitrogen dioxide, particulate matter, etc. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന കെമിക്കൽ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പിന്നെ പെർട്ടിക്കുലർ മാറ്റർ. ഓക്കെ, യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദ മേജർ ഹെൽത്ത് പ്രോബ്ലം കോസ്ഡ് ബൈ എക്സസീവ് ഇൻഹേലേഷൻ ഓഫ് ദീസ് ഗ്യാസസ്. അപ്പോൾ ഈ ഒരു വസ്തുക്കളൊക്കെ അമിതമായി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇനി വാട്ട് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽ, ഡിസ്കസ് വിത്ത് ദ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇങ്ങനെ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന ഈ ഒരു വായു മലിനീകരണമല്ലേ എയർ പൊല്യൂഷൻ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാം, അപ്പോൾ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനീസ്. ചിമ്മിനി കൺസ്ട്രക്ട് ചെയ്യാം എന്ന് വെച്ചാൽ അത് ചിമ്മിനിയിലൂടെ അതിലെ ആ വായു പുറത്തേക്ക് പോകും അല്ലേ, അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യുക. പ്രോപ്പർ വെന്റിലേഷൻ, മതിയായ വെന്റിലേഷൻ സൗകര്യം ഏർപ്പെടുത്തുക. ഒന്നെങ്കിൽ നല്ല വിൻഡോസ് ഉള്ളതായിരിക്കണം കിച്ചണിലൊക്കെ അല്ലേ, അതല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ചിരിക്കണം. പിന്നെ ഓക്കെ, അപ്പോൾ പ്രോപ്പർ വെന്റിലേഷൻ, പിന്നെ എയർ എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്യാം. അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ, ഈ പുക പുറത്തേക്ക് കളയാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ആസ് ഇൻ ദ കിച്ചൺ ഡോണ്ട് വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഇൻ അവർ വെഹിക്കിൾ. അപ്പോൾ കിച്ചണിൽ പോലെ തന്നെ നമ്മൾ പലതരം ഫ്യൂവൽ നമ്മൾ വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. വിച്ച് ആർ ദ ഫ്യൂവൽ കോമൺലി യൂസ്ഡ് ഇൻ വെഹിക്കിൾ. അപ്പോൾ വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? പെട്രോളാണ് അല്ലേ. പെട്രോൾ യൂസ് ചെയ്യും, പിന്നെ ഡീസൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ആൻഡ് പെട്രോൾ ആൻഡ് ഡീസൽ വി ആർ യൂസിങ് ഇൻ ദ വെഹിക്കിൾ കോമൺലി അല്ലേ. കോമൺ ആയിട്ട് അത് രണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് നോക്കാം ഓട്ടോമൊബൈൽസ് ആൻഡ് എയർ പൊല്യൂഷൻ. ഓക്കെ, വെൻ ഓട്ടോമൊബൈൽ എൻജിൻസ് ആർ ഓപ്പറേറ്റഡ് യൂസിങ് ഫ്യൂവൽ ലൈക്ക് പെട്രോൾ ആൻഡ് ഡീസൽ. അപ്പോൾ petrol and diesel, sulfur dioxide, nitrogen dioxide, carbon monoxide and particular matter are released. Mixing of this with atmospheric air also causes the pollution. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പൊല്യൂഷൻസ് അല്ലാതെ അല്ലേ ഈ വായു മലിനീകരണത്തിലെ എന്താണ് ഈ വെഹിക്കിൾസിനും പ്രധാന പങ്കുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? അപ്പോൾ ഈ പെട്രോള്, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ഗ്യാസൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളൊക്കെ പുറത്തുവിടുന്നു. അപ്പോൾ ഇതും വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഒക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അല്ലേ. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, പിന്നെ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് വെഹിക്കിൾ ഇൻഫ്ലേഷൻ ഇൻ കേരള എന്ന് വെച്ചാൽ കേരളത്തിലെ വാഹനങ്ങളുടെ ജനപ്പെരുപ്പം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ഇൻ കേരള സിൻസ് 2023 ഈസ് ഷോൺ ഇൻ ദ ബാർ ഡയഗ്രാം ബിലോ. അപ്പോൾ ഒരു ബാർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് 2013 മുതൽ 2023 വരെ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ വാഹനങ്ങളുടെ ഇൻക്രീസ് എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കിത് ഈ ബാർ ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം അല്ലേ. 2013 ഇത് 18 lakhs ആണെങ്കിൽ പിന്നെ അത് ഇൻക്രീസ് ആയിക്കൊണ്ട് പോയതാണ് അല്ലേ. 2015 94 lakh ആണ്. പിന്നെ ഇപ്പോൾ 2023 ആയപ്പോൾ അത് എത്രയായി? 1,63 lakhs അല്ലേ. അപ്പോൾ 1,63 lakhs ആയിട്ട് വന്നു. അപ്പോൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? അപ്പോൾ അങ്ങനെ എന്താണ്, ഓരോ വർഷം കൂടുന്തോറും ഈ ഒരു വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ 2023 ആയപ്പോൾ 1,63,00,000 വന്നു അല്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് വാസ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻ 2013? അപ്പോൾ 2013 അപ്രോക്സിമേറ്റ് വെഹിക്കിൾ എത്രയായിരുന്നു? 80 lakhs ആയിരുന്നു അല്ലേ. വാട്ട് വാസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻ 2023 ആയപ്പോൾ എത്രയായി? അത് 1,63 lakhs അല്ലേ. ഇനി വാട്ട് ഈസ് ദ ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് വെഹിക്കിൾ ഫ്രം 2013 to 2023? അപ്പോൾ 2013 നിന്ന് 23 എത്തിയപ്പോൾ എന്താണ് മാറ്റമാണ് അവിടെ സംഭവിച്ചത്? നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എഴുതാം നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ്? ഹൗ ഡസ് ഇൻക്രീസ് ഇൻ പെട്രോൾ ഡീസൽ വെഹിക്കിൾ അഫക്ട് ദ എയർ? ഹാവിൻറ്റ് യു സീൻ ഇൻസ്റ്റൻസ് വെയർ ഓൺലി വൺ പേഴ്സൺ ഈസ് ട്രാവലിംഗ് ഇൻ വൺ വെഹിക്കിൾ വിച്ച് ക്യാൻ അക്കോമോഡേറ്റ് മോർ പാസഞ്ചേഴ്സ്? ഷുഡൻറ്റ് ദിസ് ബി അവോയ്ഡഡ് ആസ് മച്ച് ആസ് പോസിബിൾ അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ പെട്രോൾ ഡീസൽ വർധനവ് അന്തരീക്ഷത്തെ എത്രമാത്രം ബാധിക്കുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷന് നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതല്ലേ അല്ലേ. വാഹനങ്ങൾ കൂടുന്നതോടെ എയർ പൊല്യൂട്ട് ആവുന്നുണ്ട് അല്ലേ. Shouldn't this be avoided as much as possible? Use of public vehicle must be encouraged over private vehicle. How does the use of vehicle like bicycle benefit the environment? Present in your findings in the Sundance Diary. സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ബസ് പോലെ, അതിലാണെങ്കിൽ ഒരു ബസ്സിൽ ഒരുപാട് യാത്രക്കാർ കൂടും അല്ലേ. ഇപ്പോൾ കാറിലാണെങ്കിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഒരു വാഹനത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ കൊള്ളും അല്ലേ. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ? അത് പ്രസന്റ് ബൈസൈക്കിൾ ഓടിക്കുന്നത് കൊണ്ട് എന്താണ്, അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഗുണകരമാണ് അല്ലേ. നമ്മളുടെ കൈയിനും കാൽക്കൊക്കെ നല്ല എക്സസൈസ് ആണ് അല്ലേ ബൈസൈക്കിൾ ഓടിക്കുന്നത്. നമുക്ക് കുറഞ്ഞ ദൂരമുള്ള സ്ഥലത്തേക്ക് നമ്മൾക്ക് സൈക്കിളിലൂടെ യാത്ര ചെയ്യാം അല്ലേ. പിന്നെ എന്താണ്, പൊല്യൂഷൻ ഫ്രീ എൻവയൺമെൻ്റ് ആണ് അല്ലേ. സൈക്കിൾ യാതൊരുവിധ പൊല്യൂഷനും സംഭവിക്കുന്നില്ല.
അപ്പോൾ ഒരു നോയ്സ് ഫ്രീ വെഹിക്കിളാണ് അല്ലേ സൈക്കിൾ എന്ന് പറയുമ്പോൾ. നോയ്സ് ഫ്രീ വെഹിക്കിളാണ്. അതുപോലെ യാതൊരു കെമിക്കലും ഇത് റിലീസ് ചെയ്യുന്നില്ല സൈക്കിൾ അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത് ടു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കാം സ്മോക്ക് ടെസ്റ്റിംഗ്. Look at the picture given below. Haven't you seen smoke testing of vehicle being done at pollution testing center? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററിലൊക്കെ സ്മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ അല്ലേ? വെഹിക്കിളിൻ്റെ സ്മോക്ക് ടെസ്റ്റ്, പുക പരിശോധന കേന്ദ്രങ്ങൾ അല്ലേ, അങ്ങനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് നോക്കാം. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾ കണ്ടെയ്ൻ മോർ ദാൻ എ പെർമിസബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പുക പരിശോധന കേന്ദ്രമുള്ളത്? വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസ് ഹാംഫുൾ ആയിട്ടുള്ള കൂടുതൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാനാണ് ഈ ഒരു ചെക്കിംഗ്. ഓക്കെ, ബൈ സ്മോക്ക് ടെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ ദ വെഹിക്കിൾ എമിഷൻ കണ്ടെയ്ൻ മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഡ്യൂ ടു ദ എൻജിൻ ഫെയിലിയർ, ഏജ് ഓഫ് വെഹിക്കിൾ ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ദ ഫ്യൂൽ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, എന്തായാലും ഇതിൻ്റെ സ്മോക്ക് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ? പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ഏജ്ഡ് ആയ വെഹിക്കിൾ ഉണ്ടാവുന്നല്ലോ, കുറേ വർഷങ്ങൾ ഓടിച്ച വാഹനങ്ങൾ, അല്ലെങ്കിൽ എൻജിൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ച വാഹനങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂവലിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളിലെ പുകകളിൽ സ്മോക്കുകളിൽ കൂടുതലായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മോക്ക് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഹൗ ഡസ് സ്മോക്ക് ടെസ്റ്റിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ? ഡിസ്കസ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വായു മലിനീകരണം കുറക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെ വാഹനങ്ങളെ സ്മോക്ക് ടെസ്റ്റിംഗ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിവിടെ പെർമിസബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിൽ കൂടുതൽ എന്തെങ്കിലും ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കുകയോ അല്ലെങ്കിൽ ആ വാഹനം നിർത്തലാക്കുകയോ ചെയ്യും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്മോക്ക് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.